പ്പെട്ട സുഹൃത്തുക്കളെ, നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി കോപിക്കുന്നവരും മുൻകോപത്തോടുകൂടെ എടുത്തുചാടുന്നവരും പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. കോപിക്കുക എന്നത് നല്ലതാണ്, ദേഷ്യം പിടിക്കുന്നത് നല്ലതാണ്. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിലാവണമെന്ന് മാത്രം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഷ്യം പിടിക്കേണ്ട അവസരത്തിൽ പോലും കോപിക്കാത്ത, ദേഷ്യം പിടിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫഹുവ ഹിമാർ, അവൻ ഹിമാറാണ്, കഴുതയാണ്. അതുകൊണ്ട് ഫലാ തകുൻ ഹിമാറ, അതുകൊണ്ട് നീ കഴുതയാവാൻ പാടില്ല എന്ന് മഹാനായ ശാഫിഈ ഇമാമിന്റെ ഒരു നിർദ്ദേശമുണ്ട്. എന്നാൽ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി, സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി, താൽക്കാലികമായ ചില സുഖത്തിന് വേണ്ടി പലരും കോപിക്കാറുണ്ട്. അതൊക്കെ വലിയൊരു ബുദ്ധിശാലിയുടെ അടയാളമായിട്ട് പലരും കാണാറുമുണ്ട്. സത്യത്തിൽ അത് വിവരക്കേടിന്റെ ലക്ഷണമാണ്, മനുഷ്യന്റെ ദൗർബല്യമാണ്. മനുഷ്യനാണ്, കോപം വന്നേക്കാം. പക്ഷേ മനുഷ്യനായതുകൊണ്ട് വിവേകം കൊണ്ട് അതിനെ നിയന്ത്രിക്കാനാവണം. ആത്മനിയന്ത്രണം ആവശ്യമാണ്. പലർക്കുമുള്ള ഏറ്റവും വലിയൊരു ദൗർബല്യം, ദേഷ്യം വരുന്ന സമയത്ത് തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മഹാനായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഔസിനി, എനിക്ക് ഉപദേശം തരണം. റസൂലുള്ള കൊടുത്ത ഉപദേശം ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉപദേശം വേണം. അള്ളാഹുവിന്റെ റസൂൽ ആവർത്തിച്ചു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കരുത്. അങ്ങനെ ഫറദ്ദദ മിറാറ, റസൂലുള്ളാഹി തങ്ങളോട് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോഴും, ഉപദേശം ആവശ്യപ്പെട്ടപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞത് നീ ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നാണ്. മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ ശക്തവാനായ, ആരോഗ്യവാനായ, ശക്തനായ പ്രതിഭയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കൊക്കെ ഏറ്റവും വലിയ ശക്തവാനെന്ന് പറഞ്ഞാൽ എതിരാളിയെ തളച്ചിട്ട് മലർത്തിയടിക്കുന്നവനെ സംബന്ധിച്ചോ, അനുയായികളെ വരച്ച വരയിൽ നിർത്തുന്നവനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ലോകത്തെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഇവൻ വലിയ ശക്തനാണ്, ആരോഗ്യവാനാണ്, പ്രതിഭയാണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഒന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്നമശ്ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, മനുഷ്യൻ കോപാഗ്നി കൊണ്ട് ആളിക്കത്തുന്ന സമയത്ത്, അങ്ങനെ ദേഷ്യം പിടിക്കുന്ന സമയത്ത്, ആ ദേഷ്യത്തിൽ, ആ അഗ്നിയിൽ കത്തി അമരാതെ ദേഷ്യത്തെ അണക്കാൻ കഴിയുന്നവൻ ആരാൻ? അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തവാൻ. സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുക, മറ്റുള്ളവനെ നിയന്ത്രിക്കാനല്ല, സ്വന്തത്തെ നിയന്ത്രിക്കാനാവണം. അവനാണ് ഏറ്റവും വലിയ ശക്തവാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. പലരും കോപിക്കുന്നതും ദേഷ്യം പിടിക്കുന്നതും മറ്റുള്ളവർ തന്നെ മോശമാക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ പ്രതികാരം ചെയ്യാതിരുന്നാൽ ഞാനൊരു മോശക്കാരനാകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എന്നാൽ തനിക്ക് അധികാരവും ആരോഗ്യവും പ്രതികാരം ചെയ്യാൻ എല്ലാ അവസരങ്ങളും ഉണ്ടായിരിക്കെ കോപത്തെ അടക്കി നിർത്തിയവനെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ദഅഹുല്ലാഹു അസ്സ വജല്ല അലാ റൂസിൽ ഖലായികി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൃഷ്ടികൾക്കിടയിൽ അവനെ അല്ലാഹു തആല പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തിയിട്ട് ഹത്താ യുഖയ്യിറഹുല്ലാഹു മിനൽ ഹൂരിൽ ഐനി മാ ശാഅ, അവൻ അല്ലാഹു തആല വലിയൊരു ചോയ്സ് കൊടുക്കുകയാണ്. അതാ സ്വർഗീയ ഹൂറികളെ നിനക്ക് ആവശ്യമുള്ളവരെ തെരഞ്ഞെടുത്തോ എന്നൊരു വലിയ ഒരു ആവശ്യം, ഒരു ചോയ്സ് അല്ലാഹു തആല അവന് നൽകുകയാണ്. അപ്പൊ അവസരമുണ്ടായിട്ടും പ്രതിക്രിയക്ക് അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടായിട്ടും അത് നിയന്ത്രിക്കണമെന്നാണ് ഇതിലൂടെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലൂടെ വലിയ മഹത്വം നമുക്ക് നേടാൻ കഴിയുന്നു. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, അതാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗം തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വൽളറാഇ വൽകാളിമീനൽ ഗൈദ്, ദേഷ്യം വരുന്ന സമയത്ത് അടക്കി ഒതുക്കി നിയന്ത്രിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കോപം വരുന്ന സമയത്ത് എന്തു ചെയ്യണം? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, അത്തരം സാഹചര്യത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ശൈത്താനിന്റെ ശർറുകളിൽ നിന്ന് കാവൽ ചോദിക്കട്ടെ. എന്നിട്ടും അവന്റെ കോപം നിൽക്കുന്നില്ല എങ്കിൽ, നിൽക്കുന്ന മനുഷ്യനാണ് എങ്കിൽ, എഴുന്നേറ്റ് നിൽക്കുന്നവനാണെങ്കിൽ അവൻ ഇരിക്കട്ടെ. ഇരുന്നിട്ടും അവന്റെ കോപത്തിന് സമാധാനം വരുന്നില്ല എങ്കിൽ അവൻ കിടക്കട്ടെ. അങ്ങനെ കിടന്നിട്ടും അവന്റെ കോപം അത് അമരുന്നില്ല എങ്കിൽ അവൻ വേഗം പോയി വുളൂ ചെയ്യട്ടെ, അംഗസ്നാനം നടത്തട്ടെ, ശുദ്ധിയുള്ള വെള്ളമെടുത്തിട്ട് വുളൂ ചെയ്യട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ആത്മനിയന്ത്രണം പാലിച്ച് സ്വർഗം നേടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. www.hubburrasool.net